നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നടക്കുന്നത് അഴിമതി വ്യവസായമെന്ന് വൈക്കം വിജയൻ. കൈനകരി വികസന സമിതിയുടെ സമരങ്ങളെയും പ്രവർത്തനങ്ങളെയും കുട്ടനാട് MLA പരിഹസിക്കുന്നത് വെടക്കാക്കി തനിക്കാക്കാനാണെന്ന് കൈനകരി വികസന സമിതി. എഡ്യൂക്കേഷൻ ലോണേഴ്സ് അസോസിയേഷൻ സമരം ആലപ്പുഴ BSNL ടെലികോം ഓഫീസിന് മുന്നിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അഴിമതി വ്യവസായമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലെന്ന് LDF കൺവീനർ വൈക്കം വിജയൻ. എങ്ങനെ അഴിമതി നടത്തി ലാഭമുണ്ടാക്കാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. LDF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടതു ജനപ്രതിനിധികളുടെ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വൈക്കം വിജയൻ. 4 പ്രാവശ്യം വെള്ളം കയറി, 4 പ്രാവശ്യവും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രം അവർക്ക് സംഭാവനയുള്ളൂ. അതിനുശേഷം ഇപ്പോൾ വെള്ളം കിട്ടാനില്ല. കിട്ടുന്ന വെള്ളം വിഷവെള്ളമാണ്. ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നിരന്തരമായി ശക്തിയായി നീങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പായി കുട്ടനാടിലെ വിഷവെള്ളം കുടിക്കുന്ന കുടുംബത്തിന്റെ കഥയും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കഥയും ഒക്കെ നമ്മുടെ നാടിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ഒരു വാർഡും കുട്ടനാട്ടിലെ വെള്ളം കുടിയും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ രാവിലെ 10-ന് EMS സ്റ്റേഡിയത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് കളക്ടറേറ്റിൽ നടന്ന ധർണയിൽ CPI ജില്ലാ സെക്രട്ടറി P. തിലോത്തമൻ MLA അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു, PK ചന്ദ്രാനന്ദൻ, R. നാസർ, P. ജ്യോതിസ്, അഡ്വക്കേറ്റ് B. രാജശേഖരൻ, പ്രതിഭാഹരി, ജോസ് കാവനാട് തുടങ്ങിയവർ സംസാരിച്ചു. കൈനകരി വികസന സമിതി നടത്തിവന്ന സമരങ്ങളെയും പ്രവർത്തനങ്ങളെയും കുട്ടനാട് MLA പരിഹസിക്കുന്നത് വെടക്കാക്കി തനിക്കാക്കാനാണെന്ന് വികസന സമിതി പ്രസിഡന്റ് KN ബിജുകുമാർ. നിരന്തര സമരപരിപാടികളിലൂടെ കൈനകരി വികസന സമിതി നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമാണ് മുണ്ടക്കൽ പാലം. മുണ്ടക്കൽ പാലത്തിനായി തോമസ് ചാണ്ടി MLAയെ സമീപിച്ചിരുന്നു. എന്നാൽ മങ്കമ്പ് താലൂക്ക് ഓഫീസ് പാലത്തിനായി അഭ്യർത്ഥിച്ചു പോയി എന്നും നിങ്ങൾ പോയി ചാവറപ്പള്ളിയിലെ അച്ഛന്മാരെ കണ്ട് അവരുമായി മാണിസാറിനെ കാണാൻ ഉപദേശിക്കുകയുമാണ് MLA ചെയ്തത്. കൈനകരിയിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പങ്കെടുത്ത പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച MLA VSും കൂടി വന്നാൽ മാണിസാറിനെ കണ്ട് പാലത്തിന്റെ കാര്യം സംസാരിച്ചു നോക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. കുട്ടനാട് MLA ആയ തോമസ് ചാണ്ടി സാർ ഒരു പ്രസ് മീറ്റിംഗ് നടത്തി അദ്ദേഹം KCVയിലൂടെ പ്രഖ്യാപിക്കുന്നു, കൈനകരി വികസന സമിതി എന്നൊരു സമിതി കൈനകരി കടവിൽ കടന്ന് മുദ്രാവാക്യം വിളിച്ചാൽ പാലം ഉണ്ടാകത്തില്ലെന്നും താനും തൻ്റെ സ്റ്റാഫും വർഷങ്ങളായി നിരന്തരം കയറിയിറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ വന്നതും ഉൾപ്പെട്ടതെന്നും അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ പ്രസിഡന്റായ കൈനകരി വികസന സമിതി പ്രസിഡന്റായ ഞാനും സെക്രട്ടറിയായ സജിമോനും മറ്റ്6 പേരും കൂടി ചെന്നപ്പോൾ ഞങ്ങളോട് അദ്ദേഹം ഒരു ഉപദേശമാണ് നൽകിയത്. ഞാനിപ്പോൾ മങ്കമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന് വേണ്ടി പറഞ്ഞുപോയി, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ചാവറ പള്ളിയിൽ ചെന്ന് അച്ഛന്മാരോട് ചെന്ന് പറ, അവരെ കൂടെ കൂട്ടിക്കൊണ്ട് മാണിസാറിനെ പോയി കണ്ട കാര്യം നടക്കുന്നൊരു ഉപദേശം നൽകി വിട്ടു. 2014 ഈ ബഡ്ജറ്റ് വരുന്നത് 2014 ജനുവരി മാസം 24-ാം തീയതിയാണ്. ഇതിന് 20 ദിവസം മുൻപ് 2014 ജനുവരി മാസം 4-ാം തീയതി കൈനകരി പഞ്ചായത്തിൻ്റെ EMS കമ്മ്യൂണിറ്റി ഹാള് ഉദ്ഘാടനം ചെയ്യാൻ VS അച്യുതാനന്ദൻ എത്തിയപ്പോൾ അതിൽ അധ്യക്ഷത വഹിച്ചിരുന്ന തോമസ് ചാണ്ടി MLA അവിടെ ഈ കൈനകരിയിൽ ജനാവലിയെ മുഴുവൻ നോക്കിക്കൊണ്ടൊരു കാര്യം പറയുകയുണ്ടായി. ഞാൻ ഇവിടെ നിന്ന് ഈ കൈനകരിയുടെ കിഴക്കൻ പ്രദേശത്താണ് വികസനം വരേണ്ടത്, അതിന് പ്രധാനമായും മുണ്ടക്കൽ പാലം ഉണ്ടാകണം. ആ മുണ്ടക്കൽ പാലം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടൊന്ന് പറയുകയാണ്, അദ്ദേഹം കൂടി എൻ്റെ കൂടെ വന്നാൽ നമുക്ക് മാണിസാറിനെ പോയി ഒന്ന് കണ്ട് ഈ കാര്യം പറയാം എന്ന് ബഡ്ജറ്റ് വരുന്നതിന് 20 ദിവസം മുന്നേ കൈനകരി ജനങ്ങളെ നോക്കി പറഞ്ഞതാണ്. ജനുവരി 4-ാം തീയതിയാണ് MLA ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞ് നാക്ക് വായിലിട്ടതിന്റെ പിന്നാലെ ഞാനും സ്റ്റാഫും വർഷങ്ങളായി പാലത്തിനു വേണ്ടി സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങി ചെരുപ്പിന്റെ വാറു തേഞ്ഞതായി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്?
ഇതൊക്കെ കൈനകരിയിലെ വിവേകശാലികളായ ജനങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങിയതിന്റെയും മാണിസാറിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും കണ്ടതിന്റെയും രേഖകൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും കൈനകരി വികസന സമിതി പ്രവർത്തകർ പറഞ്ഞു. പാലവുമായി ബന്ധപ്പെട്ട് MLA നീക്കിയെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഫയൽ വാർത്താസമ്മേളനത്തിൽ ഹാജരാക്കാമോ എന്നും ഭാരവാഹികൾ ചോദിച്ചു. വാർത്താസമ്മേളനത്തിൽ വികസന സമിതി സെക്രട്ടറി സജിമോൻ VP, പ്രസിഡന്റ് ബിജുകുമാർ, വിനോദ്, ഗോപിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. എഡ്യൂക്കേഷണൽ ലോണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ BSNL ടെലികോം ജനറൽ മാനേജറുടെ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. മുഴുവൻ വിദ്യാഭ്യാസ വായ്പയുടെയും പലിശ എഴുതിത്തള്ളുക, പഠനശേഷമുള്ള പലിശ 4% തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ടെലികോം ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ SNDP അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കലവൂർ N. ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ സമരമുഖങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു ഗതികെട്ട മനുഷ്യ സമൂഹത്തെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന, കേരളത്തിലെ ആളുകൾക്ക് ഗുണകരമായി മാറേണ്ട ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിനു ശേഷമാണ് നമ്മൾ നിൽക്കുന്നത്. ദേശീയ കേന്ദ്ര ബഡ്ജറ്റിന്റെ ഒരു അവസ്ഥയിലുമാണ്. ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ വിവിധ മേഖലകളിലേക്ക് മാറ്റിവെക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സമ്പത്തായി മാറേണ്ട, നാളെ ഈ രാജ്യത്തെ നിലനിർത്തേണ്ട, അത് ഭരണകർത്താക്കളായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായി അതല്ലെങ്കിൽ സേവന മേഖലയിൽ ഏത് മേഖലയിലായാലും കൊള്ളാം, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നാളെ നിലകൊള്ളേണ്ട ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സമൂഹം ഇന്ന് സമരവുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കണം. 2009 ആരംഭിച്ച സമരമാണെന്ന് ഒരു സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. 2001 അനുവദിക്കപ്പെട്ട ലോൺ, ഈ ലോൺ എടുത്തിരിക്കുന്നത് വ്യവസായം ചെയ്ത് കോടീശ്വരന്മാരാകാൻ വേണ്ടിയല്ല. ഈ ലോൺ പലിശയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കുന്നവരല്ല. മറ്റേതെങ്കിലും മേഖലയിൽ ഈ പണം വിനിയോഗിച്ച് അവരുടെ സ്വാർത്ഥത സംരക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭാഗമാക്കാവേണ്ട ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ. എഡ്യൂക്കേഷൻ ലോണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പോളി തോമസ് അധ്യക്ഷത വഹിച്ചു. KCPS സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൈക്കിൾ P. ജോൺ, ബാബു മൂന്നതൈക്കൽ, ടിൻഡോ ജോസഫ്, കലവൂർ രാധാകൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ സ്റ്റേഷനറി ഓഫീസുമായി ബന്ധപ്പെട്ട കയറ്റിറക്ക് ജോലികൾ ചെയ്യുന്നതിനും സ്റ്റോക്ക് ചെയ്യുന്നതിനും കരാർ വ്യവസ്ഥയിൽ മറ്റ് ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും ദർഖാസ്ത് ക്ഷണിച്ചു. മുദ്രവെച്ച ദർഖാസ്തുകൾ ഫെബ്രുവരി 11 പകൽ 2 ജില്ലാ സ്റ്റേഷനറി ഓഫീസിൽ ലഭിക്കണം. ദർഖാസ്ത് ഫോറം ഫെബ്രുവരി 10 വരെ ഓഫീസിൽ ലഭിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ജില്ലയിൽ നടത്തിയ ഗാന്ധി ദർശൻ വിദ്യാഭ്യാസ പരിപാടിയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, മികച്ച രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച സ്കൂൾ അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരം നൽകുന്ന മെറിറ്റ് ഈവനിംഗ് ജനുവരി 30 സംഘടിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ N. പത്മകുമാർ അറിയിച്ചു. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ഗാന്ധി ദർശൻ വിദ്യാഭ്യാസ പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകൾക്കായി ഈ പ്രാവശ്യം മുതൽ ജില്ലാ കളക്ടറുടെ പേരിൽ എവർ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തും. ഗാന്ധി ദർശൻ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന 101 സ്കൂളുകളിൽ ജനുവരി 10 സംഘടിപ്പിച്ച പരീക്ഷയിൽ UP HS വിഭാഗങ്ങളിൽ 3582 പേർ പരീക്ഷ എഴുതി. 2537 പേർ ജയിക്കുകയും 348 പേർ 90% മുകളിൽ മാർക്ക് നേടുകയും ചെയ്തു. പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച 50ഓളം വിദ്യാർത്ഥികൾക്ക് സബർമതി, രാജ്ഘട്ട്, സേവാഗ്രാമം തുടങ്ങിയ ഗാന്ധി സ്മൃതി സ്ഥലങ്ങളിലേക്ക് പഠനയാത്രയ്ക്ക് സൌകര്യമൊരുക്കും. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ ഫീൽഡ് സൂപ്പർവൈസർ നിയമനത്തിന് 2011 ഓഗസ്റ്റ് 1 പ്രാബല്യത്തിലായ റാങ്ക് പട്ടിക 2013 ഡിസംബർ 13 റദ്ദായതായി PSCയുടെ കൊല്ലം റീജിയണൽ ഓഫീസർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് ചമ്പക്കുളം 8ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പുഷ്പമ്മ ജിമ്മിക്ക് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ജോലി ലഭിച്ചിരുന്നു. അതിനാൽ മെമ്പർ സ്ഥാനം അവർ രാജിവെച്ചു. ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. ലത ബിജുവാണ് LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മോളി ടോമിയുമാണ്. വൈകുന്നേരം 5 പോളിംഗ് അവസാനിക്കുമ്പോൾ 468ഓളം പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേത് അപേക്ഷിച്ച് 11 വോട്ടുകൾ കൂടിയിട്ടുണ്ട്. ആകെ 750ഓളം വോട്ടുകളാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലുള്ളത്. ബുധനാഴ്ച 8 മണിയോടുകൂടി മങ്കമ്പ് താലൂക്ക് ഓഫീസിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആനപ്രാമ്പാൽ MDSHSൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സെമിനാർ നടന്നു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുത്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. എടത്വ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI CK പ്രസന്നൻ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ SI രാജേന്ദ്രൻ പിള്ള, വാർഡ് മെമ്പർ ബിനു M. എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അനധികൃതമായി ഉയർത്തുന്നത് തടയാൻ രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർ N. പത്മകുമാർ ഉത്തരവിട്ടു.
ഇത് സംബന്ധിച്ച് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പോലീസ് അധികൃതർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. കൂടാതെ ഇവിടെ നിരീക്ഷണം നടത്തുന്നതിന് സർവൈലൻസ് ക്യാമറ സ്ഥാപിക്കുമെന്നും കളക്ടർ പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധർ ബണ്ടിന്റെ ഷട്ടറുകൾ അനധികൃതമായി ഉയർത്തുന്നത് മൂലം ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്ക് കയറി വ്യാപകമായി കൃഷി നശിക്കാൻ സാധ്യതയുള്ളതിനാലാണ് നടപടി. ഇനിയും ഓരുമുട്ടുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് അവ നിർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അരൂർ മുതൽ മണ്ണഞ്ചേരി വരെ ചെറുകിട ജലസേചന വകുപ്പിന്റെ കീഴിൽ 464 ഓരുമുട്ടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവ പഞ്ചായത്തുകളുടെ അധീനതയിലാണ്. പഞ്ചായത്തുകൾ 3 ദിവസത്തിനകം യോഗം വിളിച്ചു ചേർത്ത് നിർമ്മിക്കാൻ ബാക്കിയുള്ള ഓരുമുട്ടുകളുടെ പട്ടിക സമർപ്പിക്കണം. കായംകുളം NTPCക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഓരുമുട്ട് സ്ഥാപിച്ചത് തകർന്ന ഇടത്ത് ഷോർട്ട് ടെൻഡർ വിളിച്ച് എത്രയും പെട്ടെന്ന് പുതിയ ഓരുമുട്ട് സ്ഥാപിക്കാൻ വൻകിട ജലസേചന വകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളം പരിപാടിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ച പരാതികളുടെ തുടർ നടപടി അവലോകനം ചെയ്യുന്നതിന് ജനുവരി 29 പകൽ 3:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരും. യോഗത്തിൽ എല്ലാ ജില്ലാ മേഖലാതല ഉദ്യോഗസ്ഥരും നേരിട്ട് പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ N. പത്മകുമാർ അറിയിച്ചു. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സെമിനാർ നടത്തി. കുട്ടനാടിന്റെ പാരിസ്ഥിതിക വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കുട്ടനാട് വികസന സമിതി ചെയർമാൻ ഫാദർ തോമസ് പീലിയാനിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റെങ്ങും കാണാത്ത വിലപ്പെട്ട അമൂല്യമായ ഒത്തിരിയേറെ നന്മകൾ ഈ കുട്ടനാട്ടിലുണ്ട്. അതിനെ തിരിച്ചറിയുക എന്നതാണ് പരിസ്ഥിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അത് തിരിച്ചറിഞ്ഞെങ്കിലേ നമുക്ക് പ്രദേശത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വെള്ളത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആദ്യത്തെ പാഠം. എന്താണ്? വെള്ളത്തെ സംരക്ഷിക്കുക, വെള്ളത്തെ സ്നേഹിക്കുക, വെള്ളത്തെ അമൂല്യ സ്വത്തായിട്ട് കണക്കാക്കുക, അതിൽ ഒരു തുള്ളി മാലിന്യം പോലും കലരാൻ അനുവദിക്കാതിരിക്കുക. പ്രിൻസിപ്പൽ ജെ റോസമ്മ അധ്യക്ഷത വഹിച്ചു. ഫാദർ തോമസ് ചേക്കോന്തയിൽ, കുമാരി മീനു തോമസ് എന്നിവർ സംസാരിച്ചു. തോംസൺ ആന്റണി, ബൈജു തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 112ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഈ മാസം 31 നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹെഡ്മാസ്റ്റർ തോമസ് സേവ്യറിന് അന്നേ ദിവസം യാത്രയയപ്പ് നൽകും. വാർത്തകൾ ഇടവേളയിലേക്ക്. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു.
ചങ്ങനാശ്ശേരി അതിരൂപത, ആലപ്പുഴ രൂപത മേഖലയിലുള്ള ആശുപത്രികൾ, സാമൂഹിക സേവന സംഘടനകളിലെ സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കായി TB കൺട്രോൾ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി ചാസ് കോൺഫറൻസ് ഹാളിൽ നടന്ന വർക്ക്ഷോപ്പ് അതിരൂപത വികാരി ജനറലും ചാസ് പ്രസിഡന്റുമായ മോൺസിഞ്ഞോർ ജോസഫ് മുണ്ടകത്തിൽ ഉദ്ഘാടനം ചെയ്തു. ആകുലത അനുഭവിക്കുന്ന വ്യക്തികളുടെ പക്കലേക്ക് അയക്കപ്പെട്ട മിഷണറിമാർക്ക് ഈ വ്യക്തിത്വങ്ങളെ കാണാതിരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ സാമൂഹിക പ്രതിബദ്ധത ബോധത്താൽ പ്രേരിതമായിട്ട് 1967 സ്ഥാപിതമായ ഒരു സൊസൈറ്റിയാണ് ചാസ്. ഈ ചാസ് ഇതുവരെയുള്ള അതിന്റെ പ്രവർത്തനം കൊണ്ട് ഈ സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിൽ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. ചാസ് ഡയറക്ടർ ഫാദർ ജോസഫ് കളരിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റേറ്റ് TB പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ VJ ജോസഫ്, ഫാദർ സോണി തെക്കേക്കര, PV ബിജു, ലിസിൽ ജോക്കബ്, ജോസ് പുതുപ്പള്ളി, ടോമിസൺ കാനായി എന്നിവർ സംസാരിച്ചു. ഭാരത കത്തോലിക്ക ബിഷപ്പ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ എയ്ഡ്സും അനുബന്ധ രോഗങ്ങൾക്കുമുള്ള പ്രതിവിധികൾക്കായി പ്രവർത്തിക്കുന്ന കാർഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന പട്ടികജാതി വർഗ വികസന വകുപ്പിന്റെ കീഴിൽ സീഡിറ്റ് നടപ്പാക്കുന്ന സൈബർ ശ്രീ സെന്ററിൽ പട്ടികജാതി ഉദ്യോഗാർത്ഥികൾക്കായി വിവിധ വിഭാഗങ്ങളിൽ പരിശീലനം നൽകുന്നു. അപേക്ഷകർ 22നും 26നും മധ്യേ പ്രായമുള്ളവരാകണം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പരിശീലനത്തിന് അപേക്ഷിക്കുന്നവർ എഞ്ചിനീയറിംഗ്, MCA, MSc കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദമുള്ളവരാകണം. പ്രതിമാസം 4500 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. പരിശീലന കാലാവധി 7 മാസം. അവസാന വർഷം പൂർത്തീകരിച്ച് പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. വിഷ്വൽ ഇഫക്ട് ആൻഡ് 3D അനിമേഷൻ അപേക്ഷകർ BFA ജയിച്ചവരോ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവരോ ആയിരിക്കണം. പരിശീലനകാലം 6 മാസം. പ്രതിമാസം 4000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. ആൻഡ്രോയിഡ് ആൻഡ് iOS മൊബൈൽ ആപ്ലിക്കേഷൻ അപേക്ഷിക്കുന്നവർ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവരായിരിക്കണം. പരിശീലനം 6 മാസം. പ്രതിമാസം 4000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. നടപ്പ് സാമ്പത്തിക വർഷം കൃഷിവകുപ്പ് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ സബ്സിഡി പേയ്മെന്റ് വഴി ലഭിക്കാത്ത കർഷകർ പാസ്ബുക്കിന്റെ മുൻ പേജിന്റെ പകർപ്പുമായി അതാത് കൃഷിഭവനിൽ ഹാജരാകണമെന്ന് പത്തനംതിട്ട പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. സുതാര്യ കേരളം ജില്ലാതല അവലോകന യോഗം ജനുവരി 29 ഉച്ചയ്ക്ക് ശേഷം 3:30 പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരും. ഇനിയും പരാതികൾ പരിഹരിക്കുവാനുള്ള ഓഫീസുകളിലെ നോഡൽ ഓഫീസർ പങ്കെടുക്കേണ്ടതാണ്. പരാതികൾ സംബന്ധിച്ച നിശ്ചിത പ്രോഫോർമയിലുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാ ഓഫീസുകളിലും മാസം തോറും 5-ന് മുൻപ് സുതാര്യ കേരളം ജില്ലാ സെല്ലിൽ ലഭ്യമാക്കേണ്ടതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറന്റ് മാനേജ്മെന്റ് തസ്തികയിലേക്ക് ഫെബ്രുവരി 19 നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കുട്ടികൾക്ക് പഠിക്കാനും മികച്ച നിലയിൽ വളരാനുമുള്ള സാഹചര്യം ഉറപ്പാക്കാൻ സമൂഹം മുൻകൈയെടുക്കണമെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ. ആലപ്പുഴ MPയായ മന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 5 ലക്ഷം രൂപ വിനിയോഗിച്ച് തൈക്കാട്ടുശ്ശേരി ഉളവയ്പിൽ നിർമ്മിച്ച അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക എന്നത് നമ്മുടെ കടമയാണ്. നല്ല വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയും നാളെയുടെ പ്രതീക്ഷയുമാണ്. പാർലമെന്റ് അംഗങ്ങളുടെ പ്രാദേശിക വികസന ഫണ്ടിൽ കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെന്നും അവർക്കായി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അംഗനവാടി ടീച്ചർമാരുടെയും ജീവനക്കാരുടെയും ശമ്പളം സർക്കാർ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല സെൽവരാജ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP കൃഷ്ണൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സനൽ P രാജ്, മിനി ഗോപി, പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് മണഞ്ചേരി, വിജയമ്മ ലാലു, പുഷ്പാങ്കദൻ, വിജയകുമാരി, രതി നാരായണൻ എന്നിവരും വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അന്തപ്പൻ PV ലീന തുടങ്ങിയവരും സംസാരിച്ചു. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും CMAT കേരളയും സംയുക്തമായി ഡയറ്റിന്റെ സഹായത്തോടെ ഏകദിന മാനേജ്മെന്റ് പരിശീലനം സംഘടിപ്പിക്കും. തിരുവല്ല ഡയറ്റിൽ ഫെബ്രുവരി 3 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിശീലനം. പങ്കെടുക്കുവാൻ താൽപര്യമുള്ള രക്ഷിതാക്കൾ ഡയറ്റുമായി ബന്ധപ്പെട്ട് 30-ന് മുൻപ് രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാന ബജറ്റിലൂടെ കൊച്ചി മെട്രോയിലെ വൻകിട നിർമ്മാണ കമ്പനികൾക്ക് 2050 കോടിയുടെ നികുതി ഇളവ് അനുവദിച്ചത് നഗ്നമായ അഴിമതിയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. കൊച്ചി മെട്രോയുടെ പണി പൂർത്തിയാകുമ്പോൾ 5000 കോടി രൂപയുടെ നികുതി നഷ്ടമാകും. നിയമവിരുദ്ധവും വിവേചനപരവുമായ ഈ ഇളവ് പിൻവലിച്ചില്ലെങ്കിൽ അസോസിയേഷൻ കോടതിയെ സമീപിക്കും. ചെറുകിട കരാറുകാരെ പീഡിപ്പിച്ച് സർക്കാർ വൻകിട കരാറുകാർക്ക് ആനുകൂല്യം നൽകുകയാണ്. കരാറുകാർ ജോലി ഏറ്റെടുത്ത ശേഷം ആനുകൂല്യം അനുവദിക്കുന്നത് എന്തിനാണ്? ചെറുകിട കരാറുകാർക്ക് 2000 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാൻ 1 രൂപ പോലും ബജറ്റിൽ നീക്കിയിരിപ്പില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഈ കൊച്ചി മെട്രോയിലെ കരാറുകാർക്ക്
അവർക്ക് വക്സ് കോൺട്രാക്ട് ടാക്സ് ഇളവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ധനകാര്യ മന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന 250 കോടി രൂപയുടെ ആനുകൂല്യമാണ് നൽകിയിരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഫലത്തിൽ ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടനുസരിച്ച് ഈ കൊച്ചി മെട്രോയുടെ പണി പൂർത്തിയാകുമ്പോൾ 6000 കോടി രൂപയുടെ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പിന്നെ അതുപോലുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ട്. പെയിൻറ്റിന് എല്ലാം ടാക്സ് കൊടുത്താൽ വാങ്ങുന്നത്. ടാക്സ് കൊടുക്കാത്ത വിഷയങ്ങളെന്ന് പറയുന്നത് മെറ്റൽ, ഈ റോഡ് ഇറക്കിനുള്ള വർക്ക്, പാറ, അതിനൊന്നും ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം അവർ കോമ്പൗണ്ടിങ് ആണ്, മൗണ്ടിങ് അത്ര ഐറ്റംസ്. അപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഉള്ള ഐറ്റമാണുള്ളത്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, വൻകിട കരാറുകാരിൽ നിന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. മറുവശത്ത് ഞങ്ങളെപ്പോലെയുള്ള ചെറുകിട കരാറുകാരിൽ നിന്നും കൂടുതൽ നികുതി ഈടാക്കുകയാണ്. പറഞ്ഞില്ല, അതായത് ഇപ്പം കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3% സർക്കാർ കരാറുകാർ, ബാക്കി എല്ലായിടത്തും നികുതി കൊടുത്താലും ഈ വർക്ക്സ് കോൺട്രാക്ട് ആയിട്ട് വരുമ്പോൾ 3% കോമ്പൗണ്ടിങ് നികുതി കൊടുത്താൽ മതി. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി, മുഹമ്മദ് ഇസ്മയിൽ, നൌഷാദ്, കെ ശിവൻ, PC ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ ഔസേ പിതാവിന്റെയും ദർശന തിരുനാളിന് കൊടിയേറി. ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും തിങ്കളാഴ്ച വൈകിട്ട് 4:30 ഫാദർ ജോർജ് പഴയപുര കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഫാദർ തോമസ് തറയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 2 ആഘോഷമായ റാസയും തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തോടെ തിരുനാളിന് സമാപനമാകും. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്കുള്ള 2014 കോമൺ അഡ്മിഷൻ ടെസ്റ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചു. നോട്ടിഫിക്കേഷനും കൂടുതൽ വിവരവും www.kusat.nic.in, www.kusat.ac.in എന്നീ വെബ്സൈറ്റുകളിൽ ലഭിക്കും. ചരമവാർത്തകൾ. പുളിങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ബിനുവിന്റെ പിതാവ് AV സോമനാഥ് നിര്യാതനായി. സംസ്കാരം നടത്തി. എടത്വ 3 തൈക്കൽ MC മാത്യു 70 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 3 ആനപ്രാമ്പൽ മാർത്തോമ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തിൽ നടക്കുന്നത് അഴിമതി വ്യവസായമെന്ന വൈക്കം വിജയൻ. കൈനകരി വികസന സമിതിയുടെ സമരങ്ങളെയും പ്രവർത്തനങ്ങളെയും കുട്ടനാട് MLA പരിഹസിക്കുന്നത് വെടക്കാക്കി തനിക്കാക്കാനാണെന്ന് കൈനകരി വികസന സമിതി. എഡ്യൂക്കേഷൻ ലോണേഴ്സ് അസോസിയേഷൻ സമരം ആലപ്പുഴ BSNL ടെലികോം ഓഫീസിന് മുന്നിൽ. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.